ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്ന ടാബ്ലൂവിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ടാബ്ലൂ ആൻഡ് വൈ ടാബ്ലൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടാബ്ലൂ പ്രൊഡക്ട്സും. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ മെയിനായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വാട്ട് ഈസ് ടാബ്ലൂ? ടാബ്ലൂ ഈസ് എ ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾ. ടാബ്ലൂ എന്ന് പറയുന്ന ഒരു BI ടൂളാണ്. സോ എന്താണ് ബിസിനസ് ഇൻ്റലിജൻസ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളൊരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് റീജിയൻസിൽ നിങ്ങൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ആ സെല്ല് ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു ടേബിൾ ഫോമാറ്റിലായിരിക്കും. നിങ്ങൾ ഈ ടേബിൾ കണ്ടില്ലേ? സോ അതിൽ ഓർഡർ ID ഉണ്ടാവും, ഏതൊക്കെ പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല് ചെയ്യുന്നുണ്ടാവും, ആ പ്രൊഡക്ട്സ് എല്ലാം ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും, എത്ര യൂണിറ്റ് സെല് ചെയ്യുന്നുണ്ടാവും, ഒരു പെർ യൂണിറ്റ് പ്രൈസ് ഉണ്ടാവും, പിന്നെ ടോട്ടൽ സെയിൽ എത്രയാണെന്നുണ്ടാവും, പിന്നെ ഏതൊക്കെ റീജിയനിലാണ് സെയിൽസ് നടന്നതുണ്ടാവും, ഏത് കസ്റ്റമറാണ് വാങ്ങിച്ചതെന്നുണ്ടാവും, പിന്നെ കസ്റ്റമർ ID ഉണ്ടാവും, ആ കസ്റ്റമർ ഓർഡർ ചെയ്ത ഓർഡർ ഡേറ്റ് ഉണ്ടാവും, പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ടാവും. ഇങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ ഒരു ടേബിൾ ഫോമാറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും, സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഡേറ്റ. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഓക്കെ, എനിക്കിതിൻ്റെ ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് പെട്ടെന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും അത് പെട്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. ഈ ഒരു ചെറിയ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു ടൈം കൊണ്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റിയെന്ന് വരാം. പക്ഷേ ആയിരക്കണക്കിന് ഡാറ്റ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഡാറ്റ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കത് ഭയങ്കര പാടാണ് പറഞ്ഞു തരാനായിട്ട്. ഇതിപ്പോൾ ഞാൻ പറയുകയാണ്, നോർത്ത് അമേരിക്കൻ റീജിയനിൽ നിങ്ങൾക്ക് എത്രയാണ് സെയിൽസ് വന്നത്. സോ നിങ്ങൾ ഓരോ റോ ആയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് നോർത്ത് അമേരിക്കൻ റീജിയനിൽ ഇത് ലാപ്ടോപ്പ് സെയിലായി, അതിൽ 45,000 രൂപയാണ് ടോട്ടൽ സെയിൽ നടന്നിട്ടുള്ളത്. പിന്നെ നടന്നിട്ടുള്ളത് ഫേർണിച്ചേഴ്സാണ്, അത് 6,000 രൂപയ്ക്കാണ് നോർത്ത് അമേരിക്കൻ റീജിയനിൽ ടോട്ടൽ സെയിൽസ് നടന്നിട്ടുള്ളത്. സോ ഓരോന്നും ഇങ്ങനെ എടുത്തു പറയാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതൊരു ടേബിൾ ഫോമാറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരിക്കും, മനുഷ്യന്മാർക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. സോ അങ്ങനത്തെ എല്ലാം സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷനായിട്ടാണ് BI ടൂൾസ് വരുന്നത്. സോ ഇത് ഞാൻ ടാബ്ലൂവിൽ ചെയ്തിട്ടുള്ള ഒരു വിഷ്വലൈസേഷനാണ്. ഈ സെയിം ഡാറ്റ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ നോക്കൂ, സെയിൽസ് ബൈ റീജിയൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ റീജിയനിലും എത്രയൊക്കെ സെയിൽസ് നടന്നിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് നടന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ റീജിയനിലും എത്രയാണ് ടോട്ടൽ സെയിൽസ് എന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഈ ഒരു ചെറിയ ഡേറ്റ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇതിപ്പോൾ ലക്ഷക്കണക്കിന് ഡേറ്റ ഒന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. സോ ഈ വിഷ്വലൈസേഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ഇത് നോക്കൂ, സെയിൽസ് ബൈ പ്രൊഡക്റ്റ് നെയിം, ഓരോ പ്രൊഡക്റ്റ് നെയിം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നത് ഏത് പ്രൊഡക്റ്റിനാണെന്ന് നമുക്ക് സിമ്പിളായിട്ട്, ഇതൊരു ബാർ ചാർട്ടാണ്, ഈ ബാർ ചാർട്ട് യൂസ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ യൂണിറ്റ് എത്ര സെല്ലായി, അത് ഓരോ പ്രൊഡക്റ്റ് കാറ്റഗറിയിലും എത്ര യൂണിറ്റ് സെല്ലായി, അങ്ങനെയൊക്കെ ഇത് കണ്ടോ. ഈ ബബിൾ സൈസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഈ റോ ഡേറ്റ നോക്ക്, ഈ റോ ഡേറ്റ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ റോ ഡേറ്റ ഒന്ന് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. സോ അങ്ങനത്തെ എല്ലാം സിറ്റുവേഷനിലാണ് ഒരു ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ റോ ഡേറ്റേനെ ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു BI ടൂൾ. ഇന്ന് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് BI ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ കണ്ടില്ലേ, ലൂക്ക്, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് BI ടൂൾസ്. ഇത് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇതിലും അധികം BI ടൂൾസ് ഉണ്ട്. സോ അതിലൊന്നാണ് ലൂക്ക്. ഈ മൈക്രോസോഫ്റ്റിൻ്റെയാണ് പവർ BI, പിന്നെ സാപ്പ്, പിന്നെ അതേപോലെ സോഹോൻ്റെ BI ടൂൾ ഉണ്ട്, പിന്നെ സെയിൽസ് ഫോഴ്സിൻ്റെ ടാബ്ലൂ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ IBMൻ്റെ കൊഗ്നോസ് ഉണ്ട്. സോ അതൊന്നും ഇതിലില്ല. ആൻഡ് ക്ലിക്ക് ഉണ്ട്. സോ അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾ ഉണ്ട്. സോ ഈ ബിസിനസ് ഇൻ്റലിജൻസ് ടൂളെല്ലാം നമ്മുടെ റോ ഡേറ്റേനെ മീനിങ് ഫുൾ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് വൈ ടാബ്ലൂ? ടാബ്ലൂ ഈസ് പോപ്പുലർ ബിക്കോസ് ഈസ് ഓഫ് യൂസ്. ടാബ്ലൂ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക്
ഭയങ്കര ഈസിയാണ് ടാബ്ലൂവിൽ വിഷ്വലൈസേഷൻ ചെയ്യാനും ടാബ്ലൂ ഉപയോഗിക്കാനുമായിട്ട്. പിന്നെ പവർഫുൾ ഡാറ്റ വിഷ്വലൈസേഷൻ എബിലിറ്റീസാണ് ടാബ്ലൂവിനുള്ളത്. ഞാൻ നിങ്ങൾക്ക് ടാബ്ലൂ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് ടാബ്ലൂ ഡെസ്ക്ടോപ്പ്. ഇവിടെ ഈ ഷോമിയിലേക്ക് വന്നാൽ തന്നെ ഇവിടെ ഒരു 24 ടൈപ്പ് ഓഫ് ബേസിക്സ് ചാർട്ട്സ് അവൈലബിൾ ആണ്. സോ കണ്ടില്ലേ, ഡിഫറെൻറ്റ് ചാർട്ട്സ് ഉണ്ട്. പൈ ചാർട്ട്, ബാർ ചാർട്ട്, പിന്നെ ലൈൻ ചാർട്ട്, ഹിസ്റ്റോഗ്രാംസ്, അങ്ങനെ ബബിൾ ചാർട്ട്. സോ അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. ഇതൊക്കെ ടാബ്ലൂവിൻ്റെ ബേസിക് ചാർട്ട്സ് ആണ്. സോ ഈ ചാർട്ട്സ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വിഷ്വലൈസേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അഡ്വാൻസ് അനലിറ്റിക്സ് ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ കാണിച്ചതല്ലേ, ഇവിടെ ഇപ്പോൾ നമുക്കൊരു 24 ടൈപ്പ് ഓഫ് ചാർട്ട്സേ ഉള്ളൂ. പക്ഷേ ഇത് മാത്രമല്ല നിങ്ങൾക്ക് ടാബ്ലോ ഓഫർ ചെയ്യുന്ന ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ചാർട്ട്സ് നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ടാബ്ലോ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2-3 വീഡിയോസ് അഡ്വാൻസ് വിഷ്വലൈസേഷൻ്റെ. നിങ്ങൾക്കത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈസി പബ്ലിഷിംഗ് ആൻഡ് ഷെയറിങ്. ടാബ്ലോ ഓഫർ ചെയ്യുന്ന വേറൊരു ഫീച്ചറാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡ്, നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ്, വർക്ക്സ് ഈസി ആയിട്ട് പബ്ലിഷ് ചെയ്യാനും അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും പറ്റും. സോ അതിനുള്ളൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. സോ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടാബ്ലോ പബ്ലിക് എന്ന് പറയുന്നത്. സോ ഇതാണ് ടാബ്ലോ പബ്ലിക്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ചെയ്ത വർക്കുകൾ പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതെല്ലാം ഓരോരുത്തർ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. കണ്ടില്ലേ, അവരുടെ പേരുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ അവർ ചെയ്ത വർക്കുകളാണ്. അവരെല്ലാം വർക്ക് ചെയ്തിട്ട് അവരുടെ ഡാഷ്ബോർഡെല്ലാം ടാബ്ലോ പബ്ലിക്കിലേക്ക് പബ്ലിഷ് ചെയ്യും. സോ അതെല്ലാം മറ്റുള്ളവർക്ക് കാണാനും ഇതെല്ലാം റെഫർ ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് എടുത്ത് നോക്കാം. ഈ എന്താണ് ലൂയിസ് വൈയു ഇയാളുണ്ടാക്കിയ പ്രൊജക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. സോ കണ്ടില്ലേ, ഇയാൾ ടാബ്ലോ ഡെസ്ക്ടോപ്പ് വെച്ചോ ടാബ്ലോ പബ്ലിക് വെച്ചോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡാഷ്ബോർഡാണിത്. സോ അത് ടാബ്ലോ പബ്ലിക്കിൻ്റെ സഹായത്തിൽ അയാൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻസ്റ്റയിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഒക്കെ നമ്മൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുക. സോ അതേപോലെ തന്നെ സെയിം. ആൻഡ് ഇതിൽ നമുക്ക് ടാബ്ലോ പബ്ലിക്കിൽ പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ ആളുടെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കാം. ലൂയിസ് വൈ യു. ഓക്കെ, ഇതാണ് ഇങ്ങനത്തെ പ്രൊഫൈൽ. സോ ഇയാളുടെ പ്രൊഫൈലിൽ ഇത് കണ്ടില്ലേ, ഇയാൾ 35 ഡാഷ്ബോർഡ്സ് ഇയാളിവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ 84 ഫേവറേറ്റ്സ് ഉണ്ട്. ഇയാൾ 113 ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ട്. 619 ആൾക്കാർ ഇയാളുടെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് അയാൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാഷ്ബോർഡ്സ്. ഓക്കെ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, സോ ഈ പ്രൊജക്ട്സ്, ഈ ഡാഷ്ബോർഡ് എന്താ പറയുന്നത് വെച്ചാൽ ഹൗ മെനി ഗോഡ്സില്ല ഫിലിം ഈസ് ടു മെനി. ഓക്കെ, ഗോഡ്സില്ല ഫിലിംസും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഈ ഒരു ഡാഷ്ബോർഡിൽ കൂടെ പറയാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ഓക്കെ, ബബിൾ സൈസ് ഈസിക്കൽ ടു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇയാൾ ഓരോ ബബിൾ സൈസും ഓരോ ഗോഡ്സില്ല ഫിലിംസിൻ്റെയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കണക്കനുസരിച്ചിട്ടായിരിക്കും ബബിൾ സൈസ് അയാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഈ വലിയ ബബിളിലേക്ക് ഞാൻ എൻ്റെ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് കണ്ടില്ലേ. സോ 2021 റിലീസായിട്ടുള്ള ഫിലിമാണ് ഗോഡ്സില്ല vs കോങ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഇതിൻ്റെ താഴത്തേക്ക് വന്നാൽ കാണാനായിട്ടും ബോക്സ് ഓഫീസ് പെർഫോമൻസ് കണ്ടോ, വേൾഡ് വൈഡ് ഇത്ര അധികം കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പടത്തിന്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബബിൾ സൈസ് ഇത്ര വലുതായിട്ടുള്ളത്. നമുക്കിനി ചെറിയൊരു ബബിൾ സൈസിലേക്ക് പോകാം. സോ കണ്ടില്ലേ, വേൾഡ് വൈഡ് ചെറിയൊരു എമൗണ്ടേ അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബബിൾ സൈസ് കണ്ടില്ലേ, ചെറുത്. സോ ഇയാൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിൽ വന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബബിൾ സൈസിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. വലിയ ബബിൾ സൈസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ വലിയ എമൗണ്ടാണ് വേൾഡ് വൈഡ് കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്തിരിക്കുന്നതിനും, ചെറിയ ബബിൾ സൈസ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ചെറിയ എമൗണ്ട് കളക്ട് ചെയ്തിരിക്കുന്നതിനെയാണ്. ഞാൻ നിങ്ങൾക്ക് ടാബ്ലോ പബ്ലിക് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ ഇയാളുടെ അക്കൗണ്ട്. ആൻഡ് ഓക്കെ,
ആൻഡ് എ സ്ട്രോങ് കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ട് ഇതും ടാബ്ലോ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ടെലഗ്രാം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ടാബ്ലോ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാബ്ലോൻ്റെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നതൊക്കെ അവിടെ ചോദിക്കാം. അവിടെ കുറേ പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും, കുറേ ബിഗിനേഴ്സ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ടും എല്ലാത്തിനും അത് ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് മാത്രമല്ല നിങ്ങൾ ടാബ്ലോയിൽ വരുന്ന എന്ത് ഡൗട്ടും ഒരു ഗൂഗിൾ സെർച്ചിൻ്റെ ഡിസ്റ്റൻസേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ അതത്ര പാടുള്ള കാര്യമൊന്നുമല്ല ടാബ്ലോയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടാബ്ലോ പഠിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം. സോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടാബ്ലോ പ്രൊഡക്ട്സ്. ടാബ്ലോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതിൽ ഉള്ളൊരു മെയിനായിട്ടുള്ളൊരു 4 പ്രൊഡക്റ്റാണ് ഇത് ടാബ്ലോ ഡെസ്ക്ടോപ്പ്. ടാബ്ലോ ഡെസ്ക്ടോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാക്റ്റീവ് വിഷ്വലൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ടാബ്ലോ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നത്, ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഞാൻ ടാബ്ലോ ഡെസ്ക്ടോപ്പ് എന്താണെന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ടാബ്ലോ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും, ഡാറ്റ ലോഡ് ചെയ്യാനായിട്ട് ടാബ്ലോയിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യാൻ പറ്റും. പല ഡാറ്റ സോഴ്സിൽ നിന്നും പിന്നെ പല ചാർട്ട്സും വിഷ്വലൈസേഷൻ ചെയ്യാനും പറ്റും ടാബ്ലോ ഡെസ്ക്ടോപ്പിൻ്റെ സഹായത്തിൽ. നിങ്ങൾക്ക് ടാബ്ലോ ഡെസ്ക്ടോപ്പ് ഫസ്റ്റ് ഒന്ന് പഠിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലോൻ്റെ 14 days ഓഫ് ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ടാബ്ലോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് 14 ദിവസം കൊണ്ടൊന്നും എന്തായാലും നിങ്ങൾക്ക് ടാബ്ലോ അത് പഠിച്ചെത്താൻ പറ്റില്ല. എനിക്കെന്തായാലും അത് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ഹാക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു വർഷം ഫ്രീ ആയിട്ട് ടാബ്ലോ ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID വെച്ചിട്ട് ഒരു വർഷത്തെ ഫ്രീ ആയിട്ട് ടാബ്ലോ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ടൂൾ, ടാബ്ലോൻ്റെ തന്നെ വേറൊരു ടൂളാണ് ടാബ്ലോ ഡെസ്ക്ടോപ്പ് പബ്ലിക് എഡിഷൻ. ഇത് ഫ്രീ ആണ്. നിങ്ങൾ കണ്ടില്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ടാബ്ലോ പബ്ലിക്കാണ്, ഇത് ടാബ്ലോ ഡെസ്ക്ടോപ്പാണ്. ഇത് ടാബ്ലോ ഡെസ്ക്ടോപ്പ് പബ്ലിക് എഡിഷനാണ്, ഇത് ടാബ്ലോ ഡെസ്ക്ടോപ്പാണ്. സോ ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ സംശയം ഉണ്ടായിരിക്കും, പിന്നെ എന്തിനാണ് നമ്മൾ ടാബ്ലോ ഡെസ്ക്ടോപ്പ് കാശ് കൊടുത്ത് വാങ്ങുന്നത്, നമുക്ക് ടാബ്ലോ പബ്ലിക് ഉപയോഗിച്ചാൽ പോരെയെന്ന്. പക്ഷെ അങ്ങനെയല്ല. ടാബ്ലോ ഡെസ്ക്ടോപ്പും ടാബ്ലോ പബ്ലിക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത് ടാബ്ലോ ഡെസ്ക്ടോപ്പ് പബ്ലിക് എഡിഷന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ടാബ്ലോ ഡെസ്ക്ടോപ്പിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ടാബ്ലോ ഡെസ്ക്ടോപ്പ് പൈസ കൊടുത്ത് വാങ്ങുന്നതും. പിന്നെ ടാബ്ലോ സെർവർ, നിങ്ങൾ ചെയ്ത വർക്ക്സ് എല്ലാം ഹോസ്റ്റ് ചെയ്യാൻ, അത് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാൻ, സോ അതിനെല്ലാം സഹായിക്കുന്നതാണ് ഈ ടാബ്ലോ സെർവർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റാണ് ടാബ്ലോ പ്രെപ്പ്. ടാബ്ലോ പ്രെപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും ഒരു പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള നല്ല ഡാറ്റ സെറ്റ് എപ്പോഴും കിട്ടണമെന്നില്ല. എപ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്തെല്ലാം നമുക്ക് ഭയങ്കര വൃത്തിയുടെ രീതിയിലായിരിക്കും നമുക്ക് ഡാറ്റ കിട്ടുന്നത്. ലൈക്ക് എന്താ പറയുക, ഒന്നും അറേഞ്ച് ആയിരിക്കില്ല, കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും, നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ള ഡേറ്റാസ് കുറച്ച് വേണ്ടി വരുള്ളൂ, കുറേ ഡേറ്റാസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം നമ്മൾ ടാബ്ലോ പ്രെപ്പിൻ്റെ സഹായത്തിൽ ഡേറ്റ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ അനാലിസിസ് ചെയ്യാനായിട്ട് ടാബ്ലോ ഡെസ്ക്ടോപ്പിലേക്ക് ഡേറ്റ ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ടാബ്ലോ പ്രെപ്പ് വെച്ചിട്ട് നമുക്ക് ആ ഡേറ്റ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പിന്നെ ടാബ്ലോ പബ്ലിക് എന്ന് പറയുന്ന ഒരു ഫ്രീ വേർഷൻ ഓഫ് ഡേറ്റ ഷെയറിംഗ് ആണ്, വിഷ്വലൈസേഷൻ ഷെയറിംഗ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ. സോ കണ്ടില്ലേ, ഇതാണ് ടാബ്ലോ പബ്ലിക്. സോ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ, ഡാഷ്ബോർഡ്സ് എല്ലാം നമുക്ക് ഈ ടാബ്ലോ പബ്ലിക്കിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് സൈൻ ചെയ്തിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക്സൊക്കെ ടാബ്ലോ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ നാളെ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ടാബ്ലോ പബ്ലിക് പ്രൊഫൈലിൻ്റെ ലിങ്ക് ഒന്ന് വേണം, നിങ്ങൾ ചെയ്ത വർക്ക്സൊക്കെ ഒന്ന് കാണാനായിട്ടാണെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഒരു ടാബ്ലോ പബ്ലിക് പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരുപാട് പ്രൊജക്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല അടിപൊളി പ്രൊജക്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ടാബ്ലോ പബ്ലിക് എന്ന് പറയുന്നത്.
സോ ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.